ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇതൊരു അടിപൊളി കോണ്ടൻ്റാണ്. ആക്ച്വലി ഇന്നൊരു അടിപൊളി കോണ്ടൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി എല്ലാവരെയും ഒരു ടേണിംഗ് പോയിൻ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് അത്രക്കും വാല്യുബിൾ ആയൊരു കോണ്ടൻ്റാണ്. ഇതിനെ ഞാൻ സയൻറ്റിഫിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കൂടെ ഞാൻ എന്ത് ചെയ്യും, ഇതിന് എക്സാമ്പിൾസും വേണമെങ്കിൽ പറഞ്ഞുതരാം. ബട്ട് ഇത് കാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ലൈക്ക് ചിലർക്കൊക്കെ ഉണ്ടാവും, ലൈക്ക് അവർക്ക് നന്നായിട്ടൊരു ജോലി വാങ്ങണമെന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ എവിടെയെങ്കിലും എത്തിപ്പെടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാവും. സോ അവരെന്തുകൊണ്ട് ആക്ച്വലി അവിടെ എത്തുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ അവരുടെ ഉള്ളിലുണ്ടാവും. അതിനുള്ളൊരു പ്രോപ്പർ ആൻസറാണിത്. ഇതിലെല്ലാ കാരണം ഇത് ആക്ച്വലി ഇതൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ഒരു കാര്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഞാൻ ആക്ച്വലി ഒരു ബുക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ എല്ലാം പാടെ കണക്ട് ചെയ്തിട്ടാണ്, എല്ലാം നോളജൊക്കെ പാടെ കണക്ട് ചെയ്തിട്ട് എൻ്റേതായിട്ടുള്ളൊരു തിയറി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള ഡോപ്പമീൻ ഉണ്ട്. ആദ്യം ഡോപ്പമീൻ എന്താണെന്ന് പറയാം. ഡോപ്പമീൻ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്, ഒരു ഹോർമോൺ, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയാം. ഇത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനെ മോട്ടിവേഷണൽ ഹോർമോൺ എന്ന് പറയാം. നമുക്ക് എന്ത് ചെയ്യാനും മോട്ടിവേഷൻ. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളാണ്, ലൈക്ക് ഡ്രഗ് അല്ല, ലൈക്ക് അത്രക്കൊന്നും വേണ്ടല്ലോ. എക്സാമ്പിൾ നമുക്ക് നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ റീൽസ് കാണുന്ന നമ്മൾ അധികം ആൾക്കാരും ടീനേജേഴ്സ് റീൽസ് സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓരോ റീലും കാണുന്ന സമയത്ത് പ്രത്യേക ഒരു സുഖം കിട്ടും. ഇതിനാണ് ഡോപ്പമീൻ എന്ന് പറയാം. പക്ഷേ എഗെയിൻ വീണ്ടും റീൽസ് കാണാൻ നമുക്കുണ്ടാകുന്ന ടെൻഡൻസി, ആ ഒരു ത്വര, അതിനെയാണ് ഡോപ്പമീൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഒരു മൈസൂർ പാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് വീണ്ടും കഴിക്കാൻ തോന്നുന്നത് അത് ഡോപ്പമീനാണ്. അത് നമുക്ക് വീണ്ടും ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം, അതാണ് ഈ ഡോപ്പമീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡോപ്പമീൻ എന്ന് പറയുന്ന ഈ സാധനം ഇത് 2 തരത്തിലുണ്ട്. അതിനെ പറയുന്നത് ജാക്ക് പോട്ട് ഡോപ്പമീൻ, ലോങ് പോട്ട് ഡോപ്പമീൻ എന്നാണ്. ഇത് എൻ്റെ സ്വന്തം തിയറിയാണ്, ഞാൻ പറയാതെ തന്നെ. ജാക്ക് പോട്ട് ഡോപ്പമീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ടെമ്പററി വൺ, അതായത് ഇറ്റ്സ് ഹ്യൂജ്, അത് വലിയൊരു കാര്യമാണ്. വലിയെന്ന് പറഞ്ഞാൽ അത്രക്കും അടിപൊളിയാണ്. അത് നമ്മളാ ചെയ്യുന്ന സമയത്ത് നമ്മൾ സുഖിച്ചങ്ങ് എന്താ പറയുക, അല്ലെങ്കിൽ ആറാടുകയാണ്. സുഖിച്ചങ്ങോട്ട് അത്രയും സുഖം കിട്ടും. അതാണ് ആക്ച്വലി അധികം ആൾക്കാർ അതിന് പിന്നാലെ ആവാം. ഓക്കെ, മോസ്റ്റ്ലി അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ജാക്ക് പോട്ട് ഡോപ്പമീൻ അധികം ആൾക്കാരും ചൂസ് ചെയ്യും. ദാറ്റ്സ് നോട്ട് ചൂസിങ്, ദാറ്റ്സ് റിയാക്ടിങ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അല്ലെങ്കിൽ അതാണ് കുറച്ചുകൂടി എളുപ്പം. ബട്ട് ലോങ് പോട്ട് ഡോപ്പമീൻ ഒരിക്കലും ആൾക്കാർ അധികം ചൂസ് ചെയ്യില്ല. എന്താണ് തമ്മിൽ വ്യത്യാസം? ലൈക്ക് ഞാൻ പറയുകയാണെങ്കിൽ പഠിക്കാനോ റീൽസ് കാണാനോ ഏറ്റവും അടിപൊളി, ഏറ്റവും സിമ്പിളായിട്ട് ഒത്തിരി റീൽസ് കാണാനാണ്. എന്തുകൊണ്ട് നമ്മൾ റീൽസ് കാണുന്നേ? കാരണം റീൽസ് കാണുമ്പോൾ കിട്ടുന്ന സുഖം പഠിച്ചാൽ കിട്ടൂല. മനസ്സിലായോ? അത് പോയിൻ്റാണ് അല്ലേ? അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ റീൽസ് കാണാനാണ്. ഞാൻ റീൽസ് കണ്ടു കുറച്ച് കഴിഞ്ഞു, 1 മണിക്കൂറായിരുന്നു, 2 മണിക്കൂറായിരുന്നു, 3 മണിക്കൂറായിരുന്നു, ഏകദേശം ഒരു നൈറ്റ് ടൈമായി. പഠിക്കാനൊന്നും പറ്റിയില്ല. രാവിലെ നീച്ച് എക്സാമിന് പോവുക. എന്താ പഠിച്ച്? ഒന്നും പഠിച്ചിട്ടില്ല. എന്നാൽ ആ കണ്ട റീൽസിന് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുമില്ല. ബട്ട് എനിക്ക് ആ ഒരു ടൈമിൽ അടിപൊളിയായിട്ടുള്ള ഫീലിംഗാണ്. റീൽസ് കാണുമ്പോൾ എന്തോ വലിയ സന്തോഷം, ഒരു സ്ട്രെസ്സും ഇല്ല, ഒന്നുമില്ല. ലൈക്ക് ഇപ്പോഴത്തെ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ലൈക്ക് എൻ്റെ കസിൻ ഞാൻ പറഞ്ഞു, റീൽസ് കാണുമ്പോൾ എന്തിനാ എക്സാമിൻ്റെ റീൽസ് കാണണേ, സ്ട്രെസ്സ് പറയും. ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് പോയിൻറ്റ്. പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതിയിലാണ് ഗുഡ് പോയിൻറ്റ്, അല്ലെങ്കിൽ അതല്ല. ലൈക്ക് പഠിക്കുക എന്ന് പറഞ്ഞ പേരിൽ റീൽസ് കാണുകഴിഞ്ഞാൽ അത് ആക്ച്വലി അല്ല. പക്ഷേ ഒരു കുട്ടി പഠിക്കുകയാണ്, ഒരു റെസ്റ്റ് ചെയ്യുന്ന ഒരു 15 മിനിറ്റൊക്കെ റീൽസ് കാണുക, ലൈക്ക് ഒന്ന് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ റീൽസ് ആക്ച്വലി ഒരു മിസ്സായിട്ടുള്ള ഒരു ബാഡായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് നമുക്ക് റിലാക്സ് ചെയ്യാനും ആക്ച്വലി ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ നമ്മൾ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും അടിപൊളിയാണ്. ബട്ട് അതിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കണം, അതാണ് പോയിൻറ്റ്. ലൈക്ക് ലിമിറ്റ് ഇല്ലാതെ നമ്മൾ ഒരുപാട് സ്ക്രോൾ ചെയ്തിട്ട് എക്സാമിൻ്റെ ടൈമിൽ ഇന്നലെ റീൽസ് സ്ക്രോൾ ചെയ്തിരുന്നിട്ട് ഇപ്പോൾ ഒന്നും അറിയില്ല, അതൊരു പോയിൻ്റ് അല്ലല്ലോ. പഠിക്കേണ്ട ടൈമിൽ പഠിക്കണം, അതുപോലെ റീൽസും കാണണം, അവിടെയാണെങ്കിൽ ഓക്കെ. ലൈക്ക് നമ്മൾ ആക്ച്വലി ഒരുപാട് ഒരു കാര്യം ചെയ്യുമ്പോൾ, ലൈക്ക് ഒരാളിപ്പോൾ സിഗരറ്റ് വലിക്കണം, അയാൾക്ക് മോശമാണ്. ബട്ട് എന്നാലും അവർക്കൊരു ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് പരിധി വരെ അയാളെ ബോഡിനെ അത്ര ബാധിക്കില്ല. അതുപോലെയാണത്. ബാധിക്കില്ല എന്ന് മീൻസ് അത് സ്ലോ ആയിരിക്കും, ലൈക്ക് അത്രയും അതിൻ്റെ ഇമ്പാക്റ്റ് കുറയും. എന്താ കാരണം? അയാൾക്കൊരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് മീൻസ് ഇപ്പോൾ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഒരു മന്തിൽ അങ്ങനെയൊക്കെ ചെയ്യില്ലേ, ദാറ്റ് മീൻസ് ഐ ലിമിറ്റ്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന ലിമിറ്റ് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ദാറ്റ്സ് ജാക്ക് പോട്ട് ഡോപ്പമീൻ, ലോങ് പോട്ട് ഡോപ്പമീൻ. ഇപ്പോൾ പക്ഷേ ഒരു പെൺകുട്ടി എക്സാമിന് പഠിക്കുകയാണെങ്കിൽ, മീൻസ് അവളെ തന്നെ എടുക്കുക, എക്സാമിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അവൾ പഠിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ആ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആളുകളുടെ അച്ഛനോട് അമ്മയോടും എന്തെങ്കിലും വാങ്ങിത്തരാൻ പറയാം. അവൾക്ക് ഇഷ്ടമുണ്ട് എന്തെങ്കിലും.
അതുമല്ല അവൾക്ക് ഭയങ്കര അഭിമാനകരം ആൾക്കാരുടെ മുന്നിലൊക്കെ. ടീച്ചർമാരുടെ മുന്നിൽ അഭിമാനം, ഒരുപാട് സന്തോഷങ്ങളാണ്. ലൈക്ക് ടീച്ചർമാരുടെ മുന്നിൽ അഭിമാനം, ലൈക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി എക്സാമിന് നന്നായിട്ട് പറ്റുന്ന സന്തോഷം, എക്സാമിന് പോകുമ്പോൾ എക്സാമിൽ എഴുതുന്ന സമയത്തുള്ള സന്തോഷം, എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ച് പരീക്ഷ കഴിഞ്ഞിട്ട് കൂട്ടുകാരോട് പറയുമ്പോഴുള്ള സന്തോഷം കൊണ്ട് ഒരു ആറാട്ടാണ്. ലൈക്ക് അതാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടൈപ്പ് ഓഫ് ഡോപ്പമൈൻ. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് നമ്മൾ പഠിച്ചിട്ട് ആ എക്സാം ഹാളിൽ പോയി എഴുതുന്ന സമയത്തുള്ള സന്തോഷം, ആ എക്സാം കഴിഞ്ഞിട്ട് കൂട്ടുകാരോട് ഞാൻ പഠിച്ചു എന്ന് പറയുന്ന സന്തോഷം, ആ റിസൾട്ട് വരുമ്പോൾ അത് കാത്തിരിക്കുമ്പോഴുള്ള സന്തോഷം കൊണ്ട് ഇവിടെ ഒരു ആറാട്ടാണ്. മനസ്സിലായി? ഫുൾ ഓൺ സന്തോഷം. നേരെ മറിച്ച് റീൽസ് കണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും? ഇല്ല. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് റീൽസ് കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ എവിടെ സന്തോഷം? എന്നിട്ടും ആൾക്കാർ എന്തിനാണ് റീൽസ് കാണുന്നത്? ദാറ്റ് ഈസ് ദ പോയിൻറ്റ്. കാരണം അത് സിമ്പിളാണ്. ലൈക്ക് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ച്വലി ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫ് കൊണ്ടുപോയാൽ അതൊരിക്കലും ഹംബിളല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാക്കത്തില്ല. ഗ്രോത്ത് നീഡ്സ് സ്വെറ്റ് ആൻഡ് ചലഞ്ച്. വിയർപ്പും കഠിനാധ്വാനം, ലൈക്ക് മീൻസ് ചലഞ്ചസ് ഒന്നും ഇല്ല, അതൊരിക്കലും ഗ്രോത്ത് ഉണ്ടാകത്തില്ല. ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ആക്ച്വലി പഠിക്കുക എന്നുള്ള പേരിൽ ലൈക്ക് ഇഷ്ടംപോലെ എഡ്യൂക്കേഷണൽ കോണ്ടൻറ്റ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുമായിരിക്കും. അപ്പോൾ ആ കോണ്ടൻറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളത് മറക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ യൂസ്. പക്ഷേ ആ കോണ്ടൻറ്റ് കണ്ടിട്ട് നമ്മൾ ആ ഒരു കാര്യം റിയാലിറ്റിയിൽ ആ ഒരു കാര്യം സംഭവിക്കാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ലൈക്ക് ദാറ്റ് ഈസ് ദ പോയിൻറ്റ്. നമുക്കൊരു കാര്യം ജസ്റ്റ് കണ്ടുകൊണ്ട് കാര്യമില്ല, നമുക്കൊരു അറിവ് കിട്ടി. പക്ഷേ അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ആ അറിവ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ആ ഒരു അറിവിന് യൂസ്ഫുൾ ആവുക. അല്ലെങ്കിൽ ആ അറിവ് ഉപയോഗിച്ച് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മൾ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോഴേ ആ അറിവിന് നോളേജ് ഈസ് ജസ്റ്റ് എ സ്റ്റോറേജ് അണ്ടിൽ യു യൂസ്. നമ്മൾ നോളേജ് എന്ന് പറയുന്ന ഒരു സ്റ്റോറേജാണ്, നമ്മളത് യൂസ് ചെയ്യുന്നത് ലൈക്ക്. ആൻഡ് ആക്ച്വലി ഞാനൊരു ഡിഫറൻസ് കാര്യം പറഞ്ഞുതരാം. ലൈക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു എഡ്യൂക്കേഷൻ കോണ്ടൻറ്റ് കാണുമ്പോൾ അനിമേഷൻ വീഡിയോ അബൌട്ട് ലൈക്ക് ഞാൻ ആക്ച്വലി പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആക്സോണും അതുപോലെ തന്നെ മൈലിൻ ഷീറ്റും ഡെൻഡ്രൈറ്റൊക്കെ പഠിച്ചിരുന്നു. അത് ലൈക്ക് ന്യൂറോണിനെ കുറിച്ചിട്ടും പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ അന്ന് പഠിച്ചിട്ട് പിന്നെ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഇതിലാകെ ഓർമ്മയുള്ള ആക്സോണാണ്, മൈലിൻ ഷീറ്റ് അങ്ങനെ സംതിങ് ഒക്കെയാണ്. ബട്ട് പിന്നീട് ഞാൻ ആക്ച്വലി ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ട സമയത്ത് ആ റീൽ പഠിപ്പിച്ച അതേ ഒരു കാര്യം എനിക്ക് ഒരുപാട് കാലം ഓർക്കാൻ പറ്റി. എന്തുകൊണ്ടാണ്? കാരണം റീൽസ് നമുക്കതൊരു അത് പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. വോയിസിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കാൻ പറ്റും, വിഷ്വലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് മൂവിങ്. അതൊരു നമുക്കത് ആനിമേഷനൊക്കെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് കൂടുതൽ സ്റ്റിക്കാവും. പിന്നെ വിത്ത് കണക്ഷൻ, ഞാൻ പറയാൻ മെമ്മറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് നോട്ട് സ്റ്റോറിങ്. നമ്മളൊരു കാര്യം മെമ്മറി ഈസ് 2 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയി മാറും. ഒന്നാമത്തേത് കണക്റ്റിംഗ്, രണ്ടാമത്തേത് റീകോളിങ്. എത്രത്തോളം നമ്മളൊരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു അത്രത്തോളം മെമ്മറി സ്ട്രോങ് ആവും. എത്രത്തോളം നമ്മളൊരു കാര്യം കണക്ട് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ പോസിബിലിറ്റി മെമ്മറിയിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് പോഡ് ഡോപ്പമിൻ ആൻഡ് ജാക്ക് പോഡ് ഡോപ്പമിൻ, ഇത് രണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ്. ലൈക്ക് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരാൾ പുസ്തകം വായിക്കുകയാണ്, അയാൾക്ക് ഒരുപാട് അറിവ് കിട്ടുന്നുണ്ട്. ബട്ട് ഒരാൾ റീല് കാണാണ്, ഇവർ തമ്മിൽ വ്യത്യാസം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ലൈക്ക് പുസ്തകം വായിക്കുന്ന ആൾക്ക് ഒരുപാട് അധികം അറിവ് കിട്ടും, ഇത് അയാൾക്ക് ഭാവിയിൽ ഉപയോഗപ്പെടും, അയാളുടെ ബുദ്ധി വർദ്ധിക്കും, അയാൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നേരെ മറിച്ച് റീൽ കാണുന്ന വ്യക്തി ആ റീൽസ് കണ്ടു കഴിഞ്ഞിട്ട് അത് മറക്കും, അതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്ന ഏതാ? ഇപ്പോൾ ഇല്ലായിരിക്കും. ബട്ട് ബുക്ക് വായിച്ചാലും സുഖം കിട്ടും. ആ കഥ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഡോപ്പമിൻ കിട്ടും, അല്ലെങ്കിൽ ഒരു സുഖം നമുക്ക് കിട്ടും. സോ ബട്ട് ബുക്കുകൾ മാത്രം നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ബട്ട് റീൽസ് കൊണ്ടുപോകും ഇല്ല. സോ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുകയാണോ, ലൈക്ക് ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ഒരു ജാക്ക് പോട്ട് ടൈപ്പ് ആണെങ്കിൽ, ജാക്ക് പോട്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ മിസ്റ്റേക്കിലാണ് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ആൽക്കഹോൾ കുടിക്കുകയാണ്, ആൽക്കഹോൾ ഒരുപാട് കുടിക്കുന്ന ഒരാളാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് അഡിക്ഷൻ. ഓക്കെ, ഒരാൾ റീൽസ് ഒരുപാടധികം കാണുകയാണ്, അതെന്താ പറയുക, അഡിക്ഷൻ എന്ന് പറയാം. ഒരാൾ ആക്ച്വലി പല രീതിക്കുള്ള അഡിക്റ്റ് ഉണ്ട്, ഗെയിം അഡിക്റ്റ്, ഫോൺ പല അഡിക്റ്റുകളുണ്ട്. സോ ഈ അഡിക്ഷൻ എന്താ വരുന്നത് വെച്ചാൽ ഡോപ്പമിൻ ഇസ് ഓവർ റൈറ്റ്. നമ്മുടെ ബോഡി അത്രത്തോളം ഡോപ്പമിൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ദറ്റ്സ് എ ഹാബിറ്റ് ലൂപ്പ്. നമ്മൾ ആ ഒരു ഹാബിറ്റിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ആ ഒരു ഹാബിറ്റ് വീണ്ടും ഫോളോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആക്ച്വലി അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അതൊരു വലിയ സംഭവമായിട്ട് കാണണം. ലൈക്ക് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഡോപ്പമിൻ ആണ്. ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും ഓരോ അഡിക്ഷൻസ്, കാരണം അത്രയും ഡോപ്പമിൻ കിട്ടും. നമ്മളെ ആക്ച്വലി അലൈവ് ആക്കി നിർത്തുന്നത് അതായിരിക്കും. മനസ്സിലായോ? ബട്ട് ദാറ്റ്സ് കോൾഡ് ജാക്ക്പോട്ട് ഡോപ്പമിൻ. അതായത് ഒരു നിശ്ചിത സമയത്തേക്ക് നമുക്ക് അടിപൊളി ഫീലിംഗ് ആയിരിക്കും. നമ്മൾ ആക്ച്വലി അതിന് അലൈവ് എന്ന് പറയാം. അലൈവ് മീൻസ് നമുക്കൊരു വല്ലാത്തൊരു സുഖമായിരിക്കും, നമ്മൾ ജീവിക്കുന്ന പോലെ, ലൈഫിനൊക്കെ ഒരു അർത്ഥമുള്ള പോലെ കുറച്ച് നേരത്തിന് നമുക്ക് തോന്നും. എന്താ
ദാറ്റ്സ് കോൾഡ് ആ ഒരു ടൈമിൽ ഡ്യൂറിങ് ദ മൊമെൻറ്റ് ആ ഒരു ടൈമിൽ നമുക്കത് റീൽസ് കാണുന്ന സമയത്ത് എമ്മാൾ സന്തോഷാക്കാരം തീർച്ചയായും അങ്ങോട്ട് ഇല്ലാണ്ടാവും. പക്ഷേ റീൽസ് നിർത്തി കഴിഞ്ഞാൽ അതവസ്ഥ ലൈക്ക് ദാറ്റ്. ആ വ്യത്യാസം അതാണ്. സോ ജാക്ക്പോട്ട് ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പല അഡിക്ഷൻ ലൈക്ക് ഫോൺ അഡിക്റ്റ് ഉണ്ടാവും, റീൽ അഡിക്റ്റ് ഉണ്ടാവും, ആൽക്കഹോൾ അഡിക്റ്റ് ഉണ്ടാവും, ഡ്രഗ് അഡിക്റ്റ് ഉണ്ടാവും, ലൈക്ക് ടി വി അഡിക്റ്റ്, ഒരുപാട് അഡിക്ഷൻസ് ഇവിടെ ഉണ്ട്. സോ ഒരു അഡിക്ഷൻ ഒരു നമ്മൾ ബാഡ് ആക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന് അഡിക്ഷൻ എന്ന് പറയും. ബട്ട് നമ്മളെ ഒരുപാട് വളർത്തുന്ന ഒരു കാര്യമാണെങ്കിൽ ഒബ്സഷൻ എന്ന് പറയും. ഇന്ന് ഒബ്സസ്ഡ് ആയിട്ടുള്ള പല ആൾക്കാരും വലിയ വലിയ നിലയിലാണ്. എലോൺ മസ്ക്, സ്റ്റീവ് ജോബ്സ്, നമ്മളെടുക്കുന്ന പല ബില്യണേഴ്സും ദേ ആർ ഒബ്സസ്ഡ് വിത്ത് കോഡിങ് ആൻഡ് ബുക്സ്. യുനോ അവർ കോഡിങ്ങിനോടും ബുക്സിനോടും ഒബ്സസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അവർ വലിയ നിലയിലെത്തിയത്. കാരണം ഒബ്സഷൻ വിൽ മേക്ക് യു പവർഫുൾ ആൻഡ് അഡിക്ഷൻ വിൽ മേക്ക് യു ലൂസർ. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. രണ്ടും രണ്ടാണ്. അഡിക്ഷൻ ഈസ് എ നെഗറ്റീവ് ആൻഡ് ഒബ്സഷൻ ഈസ് എ പോസിറ്റീവ്. അങ്ങനെ കാണുക. അപ്പോൾ ഞാൻ പറയുന്ന കാരണം വെച്ചാൽ ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്, ഇഫ് യു വാണ്ട് ടു ബി ഡോക്ടർ, എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ഒരു വേർഡല്ല. എന്താണെങ്കിലും അവിടെ ചാലഞ്ചസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ഡോക്ടർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റഡി നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും ആ ഒരു സ്റ്റഡി നിങ്ങൾ കൊണ്ടുപോകുന്നത്. സോ ആ ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് വല്ല ടി വി കാണാനോ റീൽസ് കാണാനോ അല്ലെങ്കിൽ ആക്ച്വലി എന്തെങ്കിലും ഒരു ഈസി ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ ലൈക്ക് മാസ്റ്റുർബേഷൻ എന്തെങ്കിലും ആക്ച്വലി പണിയുണ്ടോ? ജസ്റ്റ് ലൈക്ക് ഒരു പണിയില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നു, നമുക്ക് ആ ഡോപ്പമിൻ കിട്ടുന്നു. ലൈക്ക് അതാണ്. പക്ഷെ നമുക്കൊരു പ്രത്യേക കാര്യം പറയാം. നമുക്ക് ഇഷ്ടം എന്തൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ആണെങ്കിലും അത് നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യും. അത് നമ്മുടെ മനുഷ്യൻ്റെ ഇതാണ്. ലൈക്ക് നമ്മളിപ്പോൾ നമുക്കൊരു സൈക്ലിംഗ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എത്ര എനർജി കൊടുത്തിട്ടും സൈക്കിൾ ചെയ്യും. മനസ്സിലായോ? ഇപ്പോൾ നമ്മളൊരു പുഴയിൽ നീന്താൻ വിചാരിക്കുക. നമുക്ക് ആ ഒരു പുഴ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നമുക്ക് ആ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എനർജി എടുത്തിട്ട് അപ്പുറത്തേക്ക് നീന്തി പോകും. എന്താ? ഇഷ്ടമുണ്ട്, ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ആ സുഖം കിട്ടുമോ? ഒരിക്കലും ഇല്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, എനിക്കൊക്കെ എക്സാമിൽ എഴുതുന്നുള്ളൊരു തോന്നലുള്ളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സുഖം കിട്ടുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ലൈക്ക് നമുക്ക് ഒരു കാര്യം ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യില്ല. സോ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ആക്ച്വലി കൂടുതൽ എനർജി സേഫ് ആക്കാനാണ് വിചാരിക്കുന്നത്, ടു സേവ് എനർജി. അതുകൊണ്ടാണ് ആക്ച്വലി കൂടുതൽ ആൾക്കാർ റീൽസ് കാണുന്നതും ആക്ച്വലി ഷോർട്സ് കാണുന്നതും അതും ആക്ച്വലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. ബിക്കോസ് ദാറ്റ് ഈസ് സേഫ്, ദാറ്റ് ഈസ് ഈസി. അവിടെ ഒരു ചലഞ്ചും ഇല്ല, ഒരു വിയർപ്പില്ല, നമ്മൾ പേടിക്കുന്നില്ല, നമ്മൾ പഠിക്കുന്നില്ല ഒന്നും. ജസ്റ്റ് ലൈക്ക് നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ടൈം. പക്ഷെ അതൊരിക്കലും ഒരു വേസ്റ്റ് ആയിട്ട് ഞാൻ കാണില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് ഓവറായിട്ട് ഒരാളുടെ ലൈഫിൽ ഒരുപാട് ടൈം ആക്ച്വലി ഫുഡ് കഴിക്കുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് അഡിക്ഷൻ. അത് അയാളെ ആക്ച്വലി ഒരു വീക്കാക്കും, തടിച്ച് പൊണ്ണത്തടിയായിട്ട് അങ്ങനെയൊക്കെ ആവും. പക്ഷേ അയാൾ ആക്ച്വലി നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, നന്നായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട്, അയാളുടെ ലൈഫിൽ വേണ്ട ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അയാൾ ആക്ച്വലി എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുഡ് അയാൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലൈക്ക് ഒരുപാട് ആക്ച്വലി ഒരു കാര്യത്തിൽ അഡിക്റ്റ് ആകുന്നതിന് പകരം നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റണം. അതാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഇപ്പോൾ ഒരാൾ ചിക്കൻ കഴിക്കുന്നതോ അല്ലെങ്കിൽ ആക്ച്വലി ജസ്റ്റ് ലൈക്ക് അതർ റിലീജിയൻസ്, ഇസ്ലാമിലെ തലവടല്ല, അതർ റിലീജിയൻസ് ആക്ച്വലി ചിക്കൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ആൽക്കഹോളിൻ്റെ കാര്യം പറഞ്ഞത്. അതർ റിലീജിയൻസിൽ ആൽക്കഹോൾ കഴിക്കുന്നത് എന്താണ്, ഇറ്റ്സ് ലൈക്ക് ക്രിസ്ത്യൻസിലൊക്കെ അത് ക്രിസ്ത്യൻസിലല്ല ആക്ച്വലി എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ, അതാണ് ഞാൻ പറയട്ടോ. അപ്പോൾ എന്താ പറയുക, അവിടെ ആക്ച്വലി ആൽക്കഹോൾ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൽക്കഹോൾ കഴിക്കുന്ന സമയത്ത് ദേ ആർ ഓക്കെ, ബട്ട് ആക്ച്വലി ബിക്കം അഡിക്ഷൻ, അത് പ്രോബ്ലമാണ്. ആവശ്യത്തിന് കഴിക്കുകയാണെങ്കിൽ ഓക്കെ, ലൈക്ക് ഒരു ഇന്ന ടൈമിലൊക്കെ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ ആക്ച്വലി അധികം കാര്യങ്ങൾ. റീൽസ് ആണെങ്കിൽ പ്രശ്നമല്ല, നമുക്കൊരു ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ഹാപ്പിനെസ് കേൾക്കാം. ഇറ്റ്സ് ലൈക്ക് ടു ബി, നമുക്ക് ആ ഒരു ടൈമിൽ കുറച്ച് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി, ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അത് റിലാക്സേഷൻ അല്ല, അതൊരു ട്രാപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജാക്ക്പോട്ട് ഡോപ്പമിൻ ഈസ് എ ചെയിൻ. അതായത് അത്തരം ഹോർമോണുകൾ നമ്മളെ എന്തിനു കൊണ്ടുപോകും? ചെയിനാണ് അത്. ഹോർമോൺസിനെ രണ്ട് തരത്തിൽ വിഭജിക്കപ്പെടാം. ഒന്നാമത്തെ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് നമ്മൾ അഡിക്റ്റഡ് ആക്കുന്ന ഹാബിറ്റ് ലൂപ്പ് ഉണ്ടാക്കുന്ന ഹോർമോൺസാണ്. രണ്ടാമത്തെ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഫ്യൂവൽ വരുന്ന ഹോർമോൺസാണ്. ലൈക്ക് ഹോർമോൺസ് ആർ ഫ്യൂവൽ. അതായത് നമുക്കിപ്പോൾ ഒരു ടൈമിൽ ലൈക്ക് കോൺഫിഡൻസ് കിട്ടുകയാണെങ്കിൽ, നമുക്ക് ജസ്റ്റ് ലൈക്ക് ഒരാൾ പഠിക്കുന്ന സമയത്ത് ആൾ കൂടുതൽ സന്തോഷം വരികയാണെങ്കിൽ, പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എനർജി കിട്ടുകയാണെങ്കിൽ, എനിക്ക് എക്സാമിലൊക്കെ എഴുതാൻ പറ്റും, എനിക്ക് പഠിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ആൾ പഠിക്കും. കാരണം എന്താ, ആ ഒരു സുഖം അയാൾക്ക് കിട്ടി തുടങ്ങി. അപ്പോൾ ആ ഒരു ഡോപ്പമിന് ഫ്യൂവൽ എന്ന് വിളിക്കാം. കാരണം അത് ലൈഫിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അയാൾക്ക് നല്ല മാർക്ക് ഉണ്ടാകും, അയാളുടെ ഫ്യൂച്ചർ അടിപൊളിയാവും. ഇപ്പോൾ ഒരാൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി
ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഒരാൾ ആക്ച്വലി എന്ത് ചെയ്യാണ്, അയാൾക്ക് ബോൾ കിട്ടുന്നില്ല, അയാൾക്ക് കളിയിൽ ഫൗൾ ചെയ്യപ്പെടുകയാണ്, അയാൾ ഒരുപാട് താഴത്ത് പോകുകയാണ്. പക്ഷേ അതേ ആൾ തന്നെ ആക്ച്വലി കളിച്ച് ഒരു 2-3 ഗോൾ അടിക്കുമ്പോൾ അയാൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം ഒരിക്കലും റീൽസ് കാണുന്നവർക്ക് കിട്ടുന്ന സന്തോഷമല്ല, അതിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ലൈക്ക് നമ്മൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചേസ് ചെയ്യും, റീൽസ് കാണും. പക്ഷേ ആ നേരത്ത് ഫുട്ബോൾ കളിക്കാൻ പോയാൽ എന്താ അത് എന്താണ് പറയുന്നത് വെച്ചാൽ ലൈക്ക് നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേഗം ചെയ്യും. കാരണം അതിലൊരു വിയർപ്പ് വേണ്ട, അതിൽ തോൽവികളില്ല, അതിൽ പ്രശ്നങ്ങളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് സേഫാണ്, നമ്മൾ വേഗം ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ജസ്റ്റ് എക്സാമ്പിൾ ഫുട്ബോൾ മാച്ച്, ഫുട്ബോൾ മാച്ച് നീ കളിക്കുന്ന സമയത്ത് നമുക്ക് ബാൾ കിട്ടത്തില്ല, നമ്മൾക്ക് ഫൗൾ ചെയ്യപ്പെടാം, നമ്മൾ ആക്ച്വലി പാസ് കിട്ടത്തില്ല, നമ്മൾ ആകെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ട്രൈ ചെയ്യും കളിക്കാനായിട്ട്. അങ്ങനെ ഒരു 2-3 ഗോൾ അടിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, വീണ്ടും ഗോൾ അടിക്കാനും വീണ്ടും അതിൽ മുന്നേറാനും. അങ്ങനെ കുട്ടി അതിനകത്ത് ഫുട്ബോൾ കളിച്ച് നല്ലൊരു കളിക്കാരനായാൽ ആ കുട്ടിക്ക് എവിടെയൊക്കെ ഭാവിയുണ്ട്, ആ കുട്ടി എവിടെയൊക്കെ അറിയപ്പെടും, പിന്നീട് ലൈഫ് മൊത്തം ആ കുട്ടിക്ക് സന്തോഷിക്കാം. അതാണ് ആക്ച്വലി ഈ ലോങ് പോട്ട് ഓഫ് വൈൻ. ഈ ലോങ് പോട്ട് ഓഫ് വൈൻ ഇസ് ജസ്റ്റ് നോട്ട് ലൈക്ക് എ ഫ്രൂട്ട്. ഈ ജാക്ക് പോട്ട് ഓഫ് വൈൻ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടാണ്. അതായത് നമ്മളൊരു പഴം എടുക്കാമെന്ന് വിചാരിക്കുക, നല്ല മധുരമുള്ളൊരു പഴം. അത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു മധുരം, ആ ഒരു പഴം അതോടെ കഴിഞ്ഞു. പക്ഷേ നമ്മളൊരു മരം വളർത്തുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ എത്ര പഴങ്ങൾ വേണമെങ്കിൽ നമുക്ക് അതിന് കഴിക്കാൻ പറ്റും. കാരണം എന്താ, വീണ്ടും പഴങ്ങൾ അതിലുണ്ടാവും, വീണ്ടും പഴങ്ങൾ കഴിക്കും, വീണ്ടും പഴങ്ങൾ കഴിക്കും. അതായത് ആ മരം എത്രത്തോളം അവിടെ കാലമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഴങ്ങൾ കഴിക്കും. അത് മാത്രമല്ല, അതിൽ ആ പഴം വീണ ഉടനെ തന്നെ ആ വിത്ത് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഒരു മരം ഉണ്ടാക്കാം, വീണ്ടും പഴങ്ങൾ ഉണ്ടാകും, വീണ്ടും ആ വിത്ത് ഉപയോഗിച്ച് വീണ്ടും മരങ്ങൾ ഉണ്ടാക്കാം. എത്രത്തോളം മരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ട് എത്രത്തോളം പഴങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അവിടെയാണ് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആക്ച്വലി പഴങ്ങൾക്ക് പിന്നാലെ പോയാൽ നമുക്ക് മരങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല, മരങ്ങൾക്ക് പിന്നാലെ പോയാൽ നമുക്ക് ഇഷ്ടം പോലെ പഴങ്ങൾ കിട്ടും. മനസ്സിലായോ? അതാണ് ഞാനും പറയുന്നത്. ലൈക്ക് പഴങ്ങളെയല്ല ഫോളോ ചെയ്യണ്ടേ, മരങ്ങളെ ഫോളോ ചെയ്യും, മരങ്ങൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും. ഒരാൾ ഇന്ന് കഷ്ടപ്പെട്ടൊരു മരം കുഴിച്ചിട്ടാൽ നാളെ അത് ആക്ച്വലി ഒരുപാട് പഴങ്ങൾ വരും. ആ പഴങ്ങളിൽ വിത്ത് ഉപയോഗിച്ച് പിന്നെയും മരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ മരം കുഴിച്ചിടാനും അതിൽ കാത്തിരിക്കാനും വളമിടാനും ആ ഒരു ഇതൊക്കെ പ്രോസസ്സിങ്ങിന് ടൈമുണ്ട്, കഷ്ടപ്പാടുണ്ട്, വേദന ഉണ്ട്. അപ്പോഴേ അതിന് ഗുണം ഉണ്ടാവുള്ളൂ. അതായത് ഒരാൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യും, ഞാൻ ബിസിനസ് ചെയ്യും, കുറേ ഫണ്ട് വേണം. ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞടക്കാനും ബിസിനസ് ഇങ്ങനെ കേൾക്കാനും കാണാനും രസമാണ്. പക്ഷേ അതിലിങ്ങനെ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പെയിനും ആ ഒരു എത്ര ബിസിനസ് ചെയ്തിട്ട് നമ്മൾ തോറ്റിട്ടും അതിനൊക്കെ പഠിച്ച് പിന്നെയും ബിസിനസ് ചെയ്ത് കച്ചവടം ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം, ആ സുഖം അത് ഒന്നല്ല, പലതാണ്. ആൾക്കാരുടെ മുന്നിൽ നീച്ച് നിൽക്കുമ്പോൾ അത്രയും എൻ്റെ ബിസിനസ് ഇത്രയും വളർന്നു, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതെന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുന്ന ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു സന്തോഷം, നമ്മൾ ആ ബിസിനസ് നമുക്ക് വേണ്ട കാറ് വാങ്ങുമ്പോൾ, നമുക്ക് വേണ്ട ലക്ഷറി വാങ്ങുമ്പോൾ, നമ്മൾ ആ ബിസിനസ്സിന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ആക്ച്വലി നമ്മളൊരു കൺസ്യൂമർ ആയാൽ, അല്ലെങ്കിൽ നമ്മളൊരു എന്ത് ചെയ്യുക, ഒരു റീൽസിൽ ഒരു ബിസിനസ് റീൽ കണ്ടോണ്ടോ ഒരു ബിസിനസ് ഇത് കണ്ടോണ്ടോ നമുക്ക് കിട്ടത്തില്ല. അതൊരു ബിസിനസ് മാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജീവിക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. അതായത് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മളത് ഒരു കാര്യം കാണുമ്പോഴോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ അല്ല നമ്മളത് അത് റെഡിക്കും മനസ്സിലാക്കുന്നത്. പകരം നമ്മളതിൻ്റെ പ്രശ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയുമ്പോഴാണ്. അതുപോലെയാണ് ഞാൻ പറയുന്നത്, അപ്പോഴാണ് ഒരു മരം വളരുന്നത്. സോ അയാൾ ആ ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാക്കും, അയാൾ വീണ്ടും ആ ബിസിനസ്സിൽ സാധനം ഇറക്കും, അങ്ങനെ അയാൾ ഇറക്കുമ്പോൾ അതിന് കൂടുതൽ ലാഭം കിട്ടും. പിന്നീട് ആ ബിസിനസ് വളരും, അയാൾക്ക് പിന്നീട് ആ ബിസിനസ് വേറെ ബിസിനസ് ആക്കാൻ പറ്റും, അങ്ങനെ ആ ബിസിനസ് മറ്റൊരു ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ ആ ബിസിനസ് വളർന്ന് വേറെ ബിസിനസ് ആവും. അയാൾക്ക് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, മറ്റ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, മറ്റ് സ്ഥലങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അയാൾക്ക് സ്ഥലം മേടിക്കാൻ പറ്റും. അങ്ങനെ അയാളൊരു വലിയ പണക്കാരൻ അതുകൊണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ്? അയാൾ ആക്ച്വലി എന്ത് ചെയ്തു, ആ ബിസിനസ്സിൽ ജീവിച്ചു, ആ ബിസിനസ് ആക്ച്വലി അയാൾ കെട്ടിപ്പടുത്തു. അതാണ് ബിസിനസ്. ലൈക്ക് നമ്മൾ കാണുന്ന റീൽസോ അല്ലെങ്കിൽ യൂട്യൂബിലെ കാര്യങ്ങളോ അല്ല ബിസിനസ്. അത് ഇറങ്ങി കളിക്കുമ്പോൾ, ലൈക്ക് ഒരു ഫുട്ബോൾ കാണുന്ന ആൾക്ക് പറയാൻ പറ്റും അവിടെ അടിക്ക് ഇവിടെ അടിക്കുന്നു, മനസ്സിലായോ? പക്ഷെ ഇറങ്ങി കളിക്കുമ്പോൾ അത് മനസ്സിലാവും, അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ലൈക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പന്ത് പോവുക, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആൾക്കാർ നമുക്ക് പാസ് ഇട്ട് തരിക. അപ്പോൾ എന്താണ് നമ്മൾ ഉള്ളിൽ നിന്ന് പറയുന്നതെന്നല്ല പുറത്ത് പോയി നമ്മളത് അറിയുന്നത്, ഉള്ളിൽ നിന്ന് കാണുന്നതല്ല പുറം ലോകം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഞാൻ പറയുന്നത്. ലൈക്ക് അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ലോങ് പോട്ട് ഡോപ്പമിന് ഒരു ഗുണം അതാണ്. നമ്മളൊരു മരമാണ് വളർത്തുന്നത്, അല്ലാതെ ഒരു പഴം കഴിക്കാല്ല. ഒരു പഴം കഴിച്ചാൽ നമ്മളതെന്ത് ചെയ്യും, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മൾ ആ വിത്ത് പോലും കുഴിച്ചിടില്ല. പക്ഷേ ഒരു ലോങ് പോട്ട് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പതിയെ ഉണ്ടാവുള്ളൂ. നമുക്ക് ആദ്യം ഒരാൾ ബിസിനസ് തുടങ്ങുമ്പോൾ ആരാൾ വിജയിക്കുമെന്ന് ആരും വിജയിക്കില്ല. ലൈക്ക് വിജയിക്കണവരുണ്ടാകും, ബട്ട് ഇറ്റ്സ് ലൈക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരാൾ ബിസിനസ് തുടങ്ങി അയാൾ ഫെയിലായി വിജയിച്ചു വരുന്ന സമയത്ത് അയാളൊരു മരമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അയാളൊരു പഴമല്ല. പഴം മീൻസ്
പഴം മീൻസ് എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ബിസിനസ് ഒരു ചങ്ങായി ഒരു റീല് കാണാണ് ബിസിനസ്സിനെ കുറിച്ച്. ഞാൻ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്, അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെ നോക്കണം, ഇന്ന കാര്യം ചെയ്യണം, അയാൾക്കറിയാം. ഒരാൾ പറഞ്ഞു ഞാൻ ബിസിനസ് ചെയ്യാൻ പോകണം, അയാൾക്കൊരു സുഖം കിട്ടും ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നു, മറ്റേയാൾക്കൊരു സുഖം കിട്ടും അത് സുഖം ഒന്നല്ല പലതാണ്. ദാറ്റ്സ് കോൾഡ് ലോങ് ടേം ഡോപ്പമൈൻ. അത് ഹാർഡാണ്, ടഫാണ്. നമുക്ക് പെട്ടെന്നൊന്നും ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ഒരാളോട് ചോദിച്ചാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ബിസിനസ് തുടങ്ങാത്തത്, കാരണം എന്താ, ലൈക്ക് ഒരു ഉദാഹരണം കേട്ടോ. അപ്പോൾ പറയാണ് എടാ അത് ഭയങ്കര റിസ്ക്കാണ്, കാരണം പൈസ പോവും, പണിയാവും. എന്താ അതന്നെ പ്രശ്നം. ലൈക്ക് നമുക്ക് ടഫായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ഫുട്ബോൾ മാച്ചിൽ 2 പ്രാവശ്യം കളി പൊട്ടി, അവനെ ഫോൾ ചെയ്യപ്പെട്ടു. എനിക്ക് കളിക്കാൻ കാലില്ലേ? അതാ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നമുക്ക് തോറ്റ് തുന്നം പാടുമ്പോൾ തിരിച്ചു വരാൻ നമ്മൾ മടിക്കും. ലൈക്ക് നമ്മൾ സേഫ്റ്റീനെ ചെയ്യും, നമുക്ക് സേഫായിട്ടിരുന്നാൽ മതി. കഷ്ടപ്പാട് നമ്മൾ അറിയില്ല, അപ്പോൾ നമുക്ക് വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ആരും എവിടെ എത്താത്തത്. കഷ്ടപ്പാട് അറിയുന്നവനെ ജയിക്കാൻ പറ്റത്തുള്ളൂ, ലൈക്ക് അല്ലാത്തവനെ ജയിക്കാൻ പറ്റത്തില്ല. സോ ഐ എം സെയിങ് ദാറ്റ് നമ്മൾ കഷ്ടപ്പെട്ടാലേ എവിടെ കഷ്ടപ്പെട്ടാലേ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ലൈക്ക് ഇവിടെ ഒരു പഴം കഴിച്ചതിൽ ഗ്രോത്ത് ഇല്ല, പക്ഷേ ഒരു വളർച്ച നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പകരം നമ്മളൊരു മരം ലൈക്ക് ഒരു മരം നട്ട് പിടിപ്പിച്ച് അതിന് ആ ഒരു പഴങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോൾ വിൽക്കുമ്പോൾ ആ പഴം നമുക്ക് കഴിക്കാൻ മാത്രമല്ല വിൽക്കാനും കൂടിയും പറ്റും. അവിടെയും നമുക്ക് സന്തോഷം കാണാൻ പറ്റും. ലൈക്ക് ഞാൻ പറഞ്ഞാൽ ഒന്നല്ല സന്തോഷം, 1000കണക്കിന് സന്തോഷങ്ങളാണ്. പഴം വിൽക്കാൻ പറ്റുന്ന സന്തോഷം, വീണ്ടും ഒരു മരം, ആ മരത്തിൽ നിന്ന് ഒരുപാട് പഴങ്ങൾ കിട്ടുന്ന സന്തോഷം, ആ പഴം വീട്ടിൽ കൊടുക്കുന്ന സന്തോഷം, ഞാനൊരു മരം നട്ടു എന്നുള്ള സന്തോഷങ്ങളും കൊണ്ട് ഒരു ആറാട്ടാണ്. ഇതാണ് ഞാൻ പറയുന്നത്. ലൈക്ക് നമ്മളൊരു ഫുട്ബോൾ മാച്ചിൽ ഗോൾ അടിച്ച ആ ഗോൾ ഞാൻ അടിച്ചു, അത് കളിച്ച് ഞാൻ അടിപൊളിയായി കളിച്ചു. അതുപോലെ തന്നെ ആൾക്കാരുടെ അടിയിൽ ഒരു അഭിമാനം. പിന്നെ ഫുട്ബോൾ എനിക്ക് നല്ലോണം കളിക്കാൻ കഴിയും, അടുത്തൊരു കളിയിൽ അതുപോലെ കളിക്കാനൊരു കഴിവ് എനിക്കുണ്ട്. സന്തോഷങ്ങളാണ് അവിടെ, ഇഷ്ടം പോലെയാണ്. പക്ഷെ നേരെ മറിച്ച് ജാക്ക്പോട്ട് ഡോപ്പമൈനാണെങ്കിലോ വെറുതെ ഒരുപാട് റീൽസ് കാണുന്നു, വെറുതെ ഒരുപാട് ഷോർട്സ് കാണുന്നു, വെറുതെ ഒരുപാടധികം എന്ത് ചെയ്യുന്നു, ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇതൊക്കെ വെറും ആ സമയത്തുള്ളൊരു സന്തോഷം മാത്രമാണ്. പക്ഷെ അതൊരിക്കലും ലോങ് ആയിട്ട് നമുക്ക് ഒരുപാട് കാലങ്ങളിൽ സന്തോഷം തരില്ല. മനസ്സിലായോ? ലൈക്ക് ഇപ്പോൾ ആരും പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ എനിക്ക് ആ ബിസിനസ് വെച്ചിട്ട് ഫണ്ട് വേറെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, എനിക്കൊരു പുതിയ കാർ വാങ്ങാൻ പറ്റും, എനിക്കൊരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് വേണ്ട പഠിക്കാൻ പറ്റും, എനിക്ക് എന്തൊക്കെ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ആക്ച്വലി ഞാൻ പറയുന്നത്. ഒരു ചെറിയ ഒരു റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, അത് ഞാൻ പറയുന്നതിനൊന്നും അവോയ്ഡ്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു അഡിക്ഷൻ, ഒരാളിപ്പോൾ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് അയാൾ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പൊണ്ണത്തടിയാനാവും. പക്ഷേ അയാൾ ഫുഡ് കഴിച്ചതിനൊപ്പം അയാൾ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജീവിക്കാനും, പിന്നെ ആൾക്ക് വല്ലപ്പോഴൊക്കെ ആൾ പോകുമ്പോൾ മന്തി കഴിക്കുകയാണ്, ആൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചോട്ടെ, അതിനനുസരിച്ച് ആൾ ഓരോ പണികൾ ചെയ്യുന്നുണ്ട്, ആൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലൈഫ്. നമ്മൾ അഡിക്റ്റഡ് ആകാൻ പാടില്ല. ജസ്റ്റ് ഫോൺ ഉപയോഗിക്കണം. ലൈക്ക് നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ നമ്മൾ ഒരു ബിസിനസ് മാൻ ഗെയിം കളിച്ചു, ആരാളെ ചോദിക്കുക, അയാൾ ആക്ച്വലി ലൈഫ് എൻജോയ് ചെയ്യാനേ പറയുള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം അയാളിപ്പോൾ ഗെയിം കളിച്ചാണെങ്കിലും അയാൾ അടുത്ത ദിവസം നല്ല രീതിക്ക് പണിയെടുക്കും. അയാൾ ആക്ച്വലി ജസ്റ്റ് കസ്റ്റമർ അയക്കുന്ന ആൾക്ക് നല്ല ചൂടാവൽ കിട്ടും, നല്ല പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ അയാളുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ആൾ ഗെയിം കളിക്കുക. എന്താ ഹാപ്പിനെസ്? അതാണ് ഹാപ്പിനെസ്. നമ്മളൊരു കാര്യത്തിൽ അഡിക്റ്റഡ് ആകുമ്പോഴല്ല, ബട്ട് അത് നമുക്ക് ആ ഒരു സന്തോഷം, ആ ഒരു കാര്യം. ഇപ്പോൾ ലൈക്ക് എൻ്റെ അടുത്ത് നല്ല ഒരുപാട് പൈസ ഉണ്ട്, ബട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് പ്രഷറുണ്ട് അതിനെ പറ്റിയിട്ട്. എൻ്റെ കമ്പനിയിൽ പ്രശ്നങ്ങളുണ്ട്, എല്ലാം അങ്ങനെ സംഭവിക്കുമ്പോഴും ഞാൻ ആക്ച്വലി ചില സമയത്തൊക്കെ നല്ല ബിരിയാണി കഴിക്കുകയാണ്. ആ സന്തോഷം അത് ആക്ച്വലി എല്ലാ സമയത്തും ബിരിയാണി കിട്ടുന്ന സന്തോഷമല്ല. ദാറ്റ് ഈസ് ദ സന്തോഷം. ഞാൻ പറയുകയാണെങ്കിൽ ലോങ് പോട്ട് ഡോപ്പമൈൻ. നമ്മളൊരു മരം വളർത്തണം, പഴങ്ങൾ തിന്നല്ല ചെയ്യാണ്ട്. കാരണം നമ്മൾ മരം വളർത്തുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പഴങ്ങൾ തിന്നാം, അതിൽ വ്യത്യാസമുണ്ട്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ 1 ഹോർമോൺ, 2 ഹോർമോൺസാണ്. ബട്ട് ഒരു ഹോർമോൺ നമ്മളെ ചെയിനാക്കും, നമ്മളെ അഡിക്റ്റഡ് ആക്കും, നമ്മളെ ഇല്ലാതാക്കും, നമ്മളെ വീക്കാക്കും, നമ്മളെ ഒന്നിനും കൊള്ളാതെ ആളാക്കും. ബട്ട് മറ്റൊരു ഡോപ്പമൈൻ അത് നമ്മളെ എന്ത് ചെയ്യും? അതൊരു ഫ്യൂവലാണ്. ലൈക്ക് പഠിക്കാൻ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിലും പഠിച്ചങ്ങോട്ട് കയറും. എന്തുകൊണ്ടാണ്? അവർ പഠിക്കുമ്പോൾ കിട്ടുന്ന സുഖം കൊണ്ട്. ദാറ്റ്സ് കോൾഡ് ഫ്യൂവൽ. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ദിറ്റ്സ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് യുവർ ലൈഫ്. എന്തുകൊണ്ടാണ് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയും എത്തിപ്പെടാത്തത്? കാരണം നിങ്ങൾക്ക് മടിയാണ്, റിസ്ക് എടുക്കാനുള്ള മടിയാണ്. തോറ്റ് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും തോൽക്കും. എല്ലാവർക്കും അറിയാം തോൽവികൾ ഒന്നല്ല പലതാണ്, വീണ്ടും തോറ്റുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ നിർത്തിയോ നിങ്ങൾ തോറ്റു. അവിടെയാണ് ട്രൈ ചെയ്യലാണ് തോൽവിയെ നമുക്ക് തോൽപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ട്രൈ ചെയ്യുക, ലൈക്ക് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അണ്ടിൽ യു ഡൈ. മരണം വരെ ട്രൈ ചെയ്യുക. അത് തന്നെയാണ് ലൈക്ക് തോക്കാൻ മനസ്സ് കാണിക്കാത്തവന് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ലൈക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ലൈക്ക് ഒരു ജസ്റ്റ് നമ്മൾ തോറ്റു കൊടുത്തു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എവിടെ എത്താത്തത്? കാരണം കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറല്ല, നമ്മൾ പേടിക്കുകയാണ്. എന്തിന്? ബിസിനസ് പൊട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ പേടിക്കുകയാണ്. ഓരോ കാര്യം നമുക്ക് ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചൂസ് ചെയ്യാണ്. ഏതാ സുഖം? എല്ലാവർക്കും അറിയാം, റീൽസ് കാണാൻ സുഖം. നമുക്ക് കഷ്ടപ്പെടാൻ തയ്യാറല്ല. നമ്മൾ ഇപ്പോൾ ഒരു അച്ഛൻ നന്നായിട്ട് പണിയെടുക്കുകയാണ്, വീട്ടിൽ വന്നാൽ അയാൾ എന്ത് ചെയ്യുക? അയാൾക്ക് ബിസിനസ്സിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അയാൾ പറയും, ഹേയ് ആകെപ്പാടെ പണിയെടുത്ത് റീൽസ് കുറച്ച് ടൈമേ വരുന്നുള്ളൂ,
അപ്പോഴും എനിക്ക് ഒരു സൗകര്യമില്ല മറ്റേ ഇത് കണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ലൈക്ക് അയാൾ നിർബന്ധിപ്പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയാണ്, ആൾ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ലൈക്ക് നമ്മളൊരു അതിനനുസരിച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് ആ ഒരു സന്തോഷം ഒരുപാട് കാലങ്ങൾ ഉണ്ടാവുള്ളൂ. ലൈക്ക് സന്തോഷം എന്ന് പറയുന്നത് ഒന്നായിട്ടുണ്ട്, വിഭജിക്കുന്ന സന്തോഷമുണ്ട്. ഒന്നായിട്ട് ഇരുന്ന സന്തോഷമാണ് ജാക്ക് പോട്ട് ഓപ്പൻ എന്ന ആ സമയത്ത് അത് വളരെ അടിപൊളിയായിരിക്കും. ലൈക്ക് നമ്മളൊരു കള്ളു പിടിക്കുന്ന ലൈക്ക് ഒരു ഉദാഹരണമാണ് ലൈക്ക് ഒരു ചിക്കൻ അത് വേണ്ട ഒരു ബിരിയാണി കഴിക്കുന്ന സമയത്ത് അടിപൊളി ഫീലിംഗ് ആക്കാരം, അടിപൊളി സന്തോഷമാക്കാരം. പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞാൽ അതാണ് ആ വ്യത്യാസം. അതായത് അത്തരം സന്തോഷങ്ങൾ ഷോർട്ട് ടൈമാണ്, അത് ഭയങ്കര ജാക്ക് പോട്ട് ലെവലാണ്. അത്രയും അടിപൊളി ഫീലിങ്സുള്ള സന്തോഷങ്ങൾ ഉണ്ടാവും. അതിൽ പോകാൻ ഫോൺ, TV, റീൽസ് ഒക്കെ അത് അത്രയും അടിപൊളി ഹാപ്പിനെസ് ആണ് ഇൻ ദാറ്റ് മൊമെൻറ്റ്സ്. ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞാൽ എംപ്റ്റിയാണ്. അപ്പോൾ ഞാൻ പറയണത് ലൈഫിനെ നമ്മൾ ഒരൊറ്റ രീതിയിലാണ് കൊണ്ടുപോകേണ്ടത്. ദാറ്റ്സ് ബാലൻസ്. നമ്മൾ ആക്ച്വലി ആ ഷോർട്ട് ടൈം ആയിട്ടുള്ള പ്ലഷറുകൾ, റിലാക്സേഷൻ ഇടയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ ഒരിക്കലും നമ്മുടെ ലൈഫിനെ അത് കൺട്രോൾ ചെയ്യാൻ പാടില്ല. അതായത് ഒരാൾ ബിരിയാണി ഇഷ്ടപ്പെടുന്നു, അയാൾ കഴിക്കുന്നു. പക്ഷെ എന്ന് കരുതിയിട്ട് അയാൾ രാവിലെയും ബിരിയാണി, ഉച്ചയ്ക്കും ബിരിയാണി, രാത്രി ബിരിയാണി കഴിക്കാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ കഴിച്ചാൽ അത് അഡിക്ഷനാണ്, അത് സന്തോഷമല്ല. മനസ്സിലായോ? അത് എന്താണ്, ഒരു ലൂപ്പാണ്. അയാൾ കഴിച്ചുകൊണ്ടേയിരിക്കും, അത് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബിരിയാണി കഴിക്കാം, പക്ഷെ അതിന് ഒരു ടൈമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ലിമിറ്റും ഉണ്ട്. അതിനപ്പുറം അതൊരു അഡിക്ഷനാണ്. അതുപോലെ തന്നെയാണത്. നമ്മൾ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെറിയ ലൈക്ക് റീൽസ് കാണുന്നത് തെറ്റല്ല, ലൈക്ക് മറ്റൊരു മതങ്ങളാണെങ്കിൽ കള്ളുപിടിക്കുന്നത് തെറ്റല്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പരിധി വിട്ടാൽ ദാറ്റ് അഡിക്ഷൻ. അതാണ് പറയുന്നത്. അത് നമ്മളെ ഇല്ലാതാക്കും, വീക്കാക്കും. പക്ഷേ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ്സും ഒരുപാട് ലൈഫിൽ നമുക്ക് ലൈഫിൽ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ആകെ കാര്യം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുക. അതെന്ന് വെച്ചിട്ട് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാം. അപ്പോഴതിൻ്റെ സുഖം അറിയുള്ളൂ. സോ ഇതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ പോയിന്റ്. എന്തുകൊണ്ടാണ് ആരും എവിടെ എത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറല്ല. രണ്ടാമത്തെ കാര്യം തോറ്റ് കഴിയുമ്പോൾ നിങ്ങൾ നിർത്തുകയാണ്. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം, അതായത് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അതായത് പഠിക്കുന്നതാണ് റീൽസ് കാണുന്നത് സേഫ് വെച്ചാൽ റീൽസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ റീൽസ് കാണുന്നത് ചൂസ് ചെയ്യും. എന്തുകൊണ്ട് പഠിക്കുന്നത് ചൂസ് ചെയ്യാൻ പറ്റില്ല? കാരണം പഠിക്കാൻ വയ്ക്കുന്നില്ല, അതാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ പഠിക്കാൻ ട്രൈ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചാൽ ഫ്ലോ കിട്ടുമ്പോൾ 2-3 പേജൊക്കെ വായിക്കുമ്പോഴത്തേന് മനസ്സിലാവുന്നുണ്ട് കാരണം പിന്നെ നിങ്ങളവിടെ പഠിക്കും. അതാണ് ദാറ്റ്സ് അറിയാം. അപ്പോൾ അതായത് നിങ്ങൾ അവിടെ തോറ്റെന്ന് പറഞ്ഞ് നിൽക്കും. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നു. മനസ്സിലായോ? ഈസി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും കഷ്ടപ്പെടാൻ തയ്യാറല്ല. ഇതൊക്കെ തന്നെയാണ് ഒരാൾ ജയിക്കാത്തതിന് കാരണം. നിങ്ങൾ പഴങ്ങളെ തേടി പോകേണ്ടതാണ്, മരങ്ങളെ തേടി പോയേക്കും, നിങ്ങളുടെ ജീവിതം മാറും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.